ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശശീന്ദ്രൻ. ചാൻസ് ഓഫ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വാഷിംഗ് മെഷീൻ്റെ ഡ്രെയിനേജ് മോട്ടോർ കംപ്ലൈൻറ്റ് വരുമ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും ബോർഡിൻ്റെ കംപ്ലൈൻ്റ് ആണോ അതോ മോട്ടോർ കംപ്ലൈൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ടെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് നമ്മളാദ്യം ഡ്രെയിനേജ് മോട്ടോറിൻ്റെ കണക്ഷൻ ഊരിയിട്ട് ആ കണക്ഷനിൽ ഒരു ബൾബ് 60 വാട്ടിൻ്റെ ഒരു ബൾബ് അതിലേക്ക് കണക്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം മെഷീൻ ഓണാക്കുക. ഓണാക്കിയിട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ആ ലൈറ്റ് പുറത്തുകൊണ്ട് ഇതാ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓഫാക്കുമ്പോൾ ലൈറ്റ് ഓഫാകും. ഒന്നും കൂടി മെയിൻ ബെയറിങ്ങിലും കണക്ഷൻ കംപ്ലൈൻ്റ് ഒന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. അത് മനസ്സിലായി. ഇനി അതിനുശേഷം നമുക്ക് ഈ മെഷീൻ്റെ ഡ്രെയിനേജ് മോട്ടോർ മാറ്റി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് പഴയ ഡ്രെയിനേജ് മോട്ടോർ. നമുക്ക് ഇതൊന്ന് അഴിച്ചെടുക്കാം. അത് എടുത്തതിന് ശേഷം ഇതാണ് പുതിയ ഡ്രെയിൻ മോട്ടറാണിത്. ഇത് നമുക്ക് ആദ്യം പിടിപ്പിക്കാം. ഇത് പിടിപ്പിക്കുന്നതിന് ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ലോക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിന് ശേഷം വേണം ഇത് വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടി വയ്ക്കുക. ഇതിന് 3 സ്ക്രൂകളുണ്ട്. ഈ 3 സ്ക്രൂവും കറക്റ്റായിട്ട് വെച്ച് പിടിപ്പിക്കുക. പിടിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ കണക്ഷൻ ഇവിടെ ഫിറ്റ് ചെയ്ത് ഇവിടെ ലോക്കാവും. ലോക്കായതിന് ശേഷം അതുപോലെ ഇത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് കറക്റ്റായിട്ട് ഈ ലോക്കിൽ വീണിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡ്രെയിൻ മോട്ടോർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഓഫ് ചെയ്തോ. അങ്ങനെ നമ്മൾ ഡ്രെയിൻ മോട്ടോർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റായിട്ട് വർക്കായിട്ടുണ്ട്. ഓഫ് ചെയ്താൽ അത് നിൽക്കും. വീണ്ടും ഓണാക്കിയാൽ ആ വെള്ളം വീണ്ടും പോയിക്കോളും. അങ്ങനെ വെള്ളം പോയി കഴിഞ്ഞ് സ്പിൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ സക്സസ് ആയിട്ടുണ്ട് നമ്മുടെ വർക്ക്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.